പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം വീണ്ടും ധ്യാനിക്കാം. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ തിരുവചനത്തിൽ വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോടുകൂടെ വന്നിരുന്ന പരിച്ഛേദിതരായ വിശ്വാസികൾ വിസ്മയിച്ചു. ഇവിടെ പറയുകയാണ്, വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കപ്പെട്ടു. വിജാതിയരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കപ്പെടാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണവും ഇതും കൂടെയാണ്. നമ്മൾ അതൊന്നും കൂടെ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം അവിടെ വചനം പ്രസംഗിച്ച ആൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട തിരുസഭയുടെ വികാരി തന്നെയായിരുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വികാരിയായിരുന്നു. ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് തന്നെയായിരുന്നു. പത്രോസിനെ ദൈവമായ കർത്താവ് വചനം പ്രസംഗിക്കുവാനും രോഗസൗഖ്യം കൊടുക്കുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും തൻ്റെ ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തിരുന്ന അധികാരികളിൽ ആ അധികാരം ലഭിച്ചവരിൽ പ്രധാനിയായിരുന്നു പത്രോസ്. പത്രോസ് വചനം പ്രസംഗിച്ചപ്പോഴാണ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നത്. ഇന്ന് പലപ്പോഴും മാമോദിസ സ്വീകരിക്കാത്ത തിരുസഭയിലെ അംഗമായി മാറ്റപ്പെടാത്ത പല വ്യക്തികളും പലയിടത്തു നിന്ന് വചനം പ്രസംഗിക്കുമ്പോൾ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ പോലും പറയും, അയ്യോ എത്ര വലിയ പ്രസംഗമായിരുന്നു എന്ന്. ശരി, പ്രസംഗമാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ അധികാരപ്പെടുത്തിയ വ്യക്തി ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ആ അധികാരം ലഭിച്ച വ്യക്തിയുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരമായിരിക്കും. കാരണം മാമോദിസ സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച ഏതൊരു വ്യക്തിയുടെയും ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ആ വ്യക്തിയുടെ അധരവും പരിശുദ്ധാത്മാവിൻ്റെ അധരമാണ്. ആ അധരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ശബ്ദവും പരിശുദ്ധാത്മാവിൻ്റേതായിരിക്കും. എന്നാൽ മാമോദിസ സ്വീകരിക്കാത്തൊരു വ്യക്തിയുടെ ശരീരം ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ ശരീരമാണെന്ന് സഭ പഠിപ്പിക്കുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശരീരമായി മാറ്റപ്പെടുന്നത് ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്ന മൂറോനഭിഷേകം, സ്ഥൈര്യലേപനം, അതുപോലെ തന്നെ തൈലാഭിഷേകം എന്ന ഈ കൂദാശ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഈ കൂദാശ സ്വീകരിക്കുമ്പോഴാണ്, അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലൂടെ യേശു ക്രിസ്തുവിൻ്റെ തന്നെ പൂർണ്ണമായും സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ ശരീരമായി അത് മാറ്റപ്പെടുക. എന്നിലും ഞാൻ അവനിലും വസിക്കും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്ന ആ കർത്താവിൻ്റെ വാഗ്ദാനം ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ട് ഓരോ ക്രിസ്ത്യാനിയുടെ ശരീരവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മാറ്റപ്പെടുകയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സഭയിൽ നിന്നും അധികാരികളുടെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ആ വ്യക്തി സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന് ഫലമുണ്ടാകും. എന്നാൽ പ്രിയ സഹോദരങ്ങൾ, ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു വ്യക്തി വന്ന് കുറേ നേരം സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞാൽ പ്രസംഗിച്ചിട്ടങ്ങ് പോവുകയുള്ളൂ. അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകത്തില്ല. ഇവിടെ പത്രോസ് വചനം പ്രസംഗിച്ചു. സഭയിലെ അധികാരിയാണ് വചനം പ്രസംഗിച്ചത്. അധികാരത്തിൽ നിന്ന് പുറത്തു പോയവരല്ല, അധികാരത്തെ ഉപേക്ഷിച്ച് പോയവരല്ല. ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്ന വിജാതിയരുടെ മേൽ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കുന്നു. ഇത് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആദ്യ ഭാഗത്ത് നമുക്കിത് കാണുവാൻ സാധിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്നിലേക്ക് അയക്കുന്ന എല്ലാവർക്കുമുള്ളതാണ്. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 37 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വാഗ്ദാനം ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും. ഇതുകൊണ്ടാണ് ആദ്യമേ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ പശ്ചാത്തപിക്കുക, പാപമോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനം ഇവിടെ പത്രോസ് വചനം പ്രസംഗിച്ചപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനം വിജാതിയരുടെ മേൽ പോലും വന്നത്. ഒരുപക്ഷെ എന്തുകൊണ്ടായിരിക്കാം വിജാതിയുടെ മേൽ ഈ ദാനം വർഷിച്ചതെന്ന് മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും.
നമുക്ക് കാണാൻ സാധിക്കും, അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. അന്യഭാഷകളിൽ വിജാതീയരായ വ്യക്തികൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ സംസാരിക്കുവാൻ തുടങ്ങി, ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. തൊട്ടടുത്ത വചനത്തിൽ പറയുകയാണ്, നമ്മെപ്പോലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഇവർക്ക് ജ്ഞാനസ്നാനജലം ദേശിക്കുവാൻ ആർക്ക് സാധിക്കും? നമ്മെപ്പോലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഇവർക്ക് ജ്ഞാനസ്നാന ജലം നിഷേധിക്കുവാൻ ആർക്ക് സാധിക്കും? കണ്ടോ? അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മളൊന്ന് തിരിച്ചറിയുക, ഇവിടെ വിജാതീയരായ വ്യക്തികൾക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ, ആദ്യ നൂറ്റാണ്ടിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ജ്ഞാനസ്നാനം നിഷേധിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ വചനം അത് പറഞ്ഞത്. അതുകൊണ്ട് ആ പത്രോസിൻ്റെയും കണ്ണ് തുറക്കപ്പെടുകയാണ്. വിജാതീയരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്നു, അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നു, അവർ ദൈവത്തെ ആരാധിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ പത്രോസ് പറയുകയാണ് 48-ാമത്തെ തിരുവചനത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവാൻ അവൻ കൽപ്പിച്ചു, കുറേ ദിവസം തങ്ങളോടുകൂടെ താമസിക്കണമെന്ന് അവർ അവനോട് അഭ്യർത്ഥിച്ചു. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ ദാനം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവർ സ്നാനം സ്വീകരിക്കുന്നത്. അപ്പം ജ്ഞാനസ്നാനത്തിന് മുൻപും പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുത്ത ചരിത്രം വിശുദ്ധ ഗ്രന്ഥത്തിനകത്തുണ്ട്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, വചനം കേൾക്കുക. ഏതൊരു വ്യക്തി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുവോ ആ വചനം കേൾക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരും. വചനം പറയുന്ന വ്യക്തിയിൽ നിന്നും ആ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക് കേൾക്കുന്ന വ്യക്തികളിലേക്കും കടന്നു വരും. അതുകൊണ്ടാണ് യൂട്യൂബിലൂടെ ആണെങ്കിലും ഏത് മേഖലയിലൂടെ ആയാലും ഒരു വ്യക്തി സ്വസ്ഥമായിട്ടിരുന്ന് വചനം കേൾക്കുവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ സമാധാനം സമൃദ്ധമായിട്ട് വരും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ വചനം കേൾക്കുവാനും സ്വീകരിക്കുവാനും ധ്യാനിക്കുവാനും നമുക്ക് തീരുമാനമെടുക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിത്വൈക ദൈവമേ, തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച കർത്താവെ നന്ദി പറയുന്നു. പത്രോസ് ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ് വന്നതുപോലെ കർത്താവായ ദൈവമേ, ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളിലേക്കും അങ്ങയുടെ ആത്മാവിനെ അവിടുന്ന് അഭിഷേകമായിട്ടൊന്ന് വർഷിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സകല മക്കളും ജീവിക്കുവാനായിട്ടുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.